തിരുവനന്തപുരത്തേക്കാണ്. തുമ്പയിൽ യുവാക്കൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നു. 2 പേർക്ക് പരിക്കേറ്റു. തുമ്പ സ്വദേശികളായ അഖിൽ, വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 ബൈക്കുകളിലെത്തിയ 4 സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞ് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. സ്റ്റെഫിൻ, എന്താണ് ഉണ്ടായത്? അക്ഷയ, അല്പം മുമ്പ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. തുമ്പയിലെ നെഹ്റു ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു ഈ 2 പേർ, പരിക്കേറ്റ 2 പേർ. അഖിൽ, വിവേക് എന്നാണ് അവരുടെ പേര്. അവർക്ക് നേരെയാണ് ബൈക്കിലെത്തിയ 4 പേർ, 2 ബൈക്കിലായി എത്തിയ 4 സംഘം അവർക്ക് നേരെ നാടൻ ബോംബ് പോലെ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്നുള്ളതാണ്. ഇവർ മുൻപ് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് ഈ പരിക്കേറ്റവരും. അതോടൊപ്പം തന്നെ ഈ ഇരുചക്ര വാഹനത്തിൽ എത്തി ബോംബ് എറിഞ്ഞവരും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇനി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ പലരും കാപ്പ ലിസ്റ്റിലുള്ളവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ഇരുചക്ര വാഹനത്തിൽ വന്ന് ബോംബ് എറിഞ്ഞവരെ കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേരുവിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ തുമ്പ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. 11:45 കൂടിയായിരുന്നു ഈ സംഭവം. ഇരുചക്ര വാഹനത്തിൽ, സ്കൂട്ടറിൽ ഈ നെഹ്റു ജംഗ്ഷനിലേക്ക് എത്തിയ 4 പേർ ഈ വിവേകിനെയും അഖിലിനെയും കണ്ടതോടുകൂടി അവരുടെ നേരെ നാടൻ ബോംബ് പോലെയുള്ള ഒരു സ്ഫോടക വസ്തു എറിയുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ വിവരം അറിഞ്ഞ സ്ഥലത്തെത്തി അവരെ പരിക്കേറ്റവരും ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ ഇത് കുടിപ്പകയോ മറ്റ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ കരുതേണ്ടത്? പക്ഷെ അങ്ങനെ തന്നെ വേണം കരുതാൻ എന്നുള്ളതാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഇവർ തമ്മിൽ ഈ സംഘങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ ബോംബേറിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, എന്താണ് ഇതിന് കാരണമായത്, പ്രകോപനമായത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ഈ അതീവ സുരക്ഷാ മേഖല, പ്രത്യേകിച്ചും ഈ തുമ്പ എന്ന് പറയുന്നത് തന്നെ ഒരു തന്ത്രപ്രധാന മേഖല കൂടിയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. തുമ്പയിലാണ് യുവാക്കൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്.